ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ബൈബിൾ പറയുന്നു, ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഇന്ന് രാത്രിയും കർത്താവ് ആഗ്രഹിക്കുന്നു, ആത്മാവിൽ ആരാധിക്കണം, നിങ്ങൾ സത്യത്തിൽ ആരാധിക്കണം. ഹല്ലേലൂയ. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അനേക സഭകൾ അടച്ചിട്ടിരുന്ന ദിവസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സഭകളൊക്കെ തുറന്നിരിക്കുന്നു. ഇനി വീടിന്റെ മുന്നിൽ, ടിവിയുടെ മുന്നിൽ കുത്തിയിരിക്കാതെ, ഫോണിന്റെ മുമ്പിൽ കുത്തിയിരിക്കാതെ ദൈവത്തെ ആരാധിപ്പാൻ കടന്നുപോയി ദൈവത്തെ ആരാധിക്കണം. എവിടെ ആരാധിക്കേണ്ടത് അത് ദൈവം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അവിടെ ആരാധിക്കുക, ആത്മാവിൽ ആരാധിക്കുക, ശക്തിയിൽ ആരാധിക്കുക, അഭിഷേകത്തിൽ ആരാധിക്കുക. ഹല്ലേലൂയ. ബുദ്ധിയിൽ ആരാധന കളഞ്ഞ് ചടങ്ങിന്റെ ആരാധനകൾ മാറ്റി, ചട്ടക്കൂടിന്റെ ആരാധന മാറ്റി ഇന്ന് രാത്രിയും കർത്താവ് പറയുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആത്മാവിൽ ആരാധിക്കുകയും സത്യത്തിൽ ആരാധിക്കുകയും ചെയ്യുന്ന നിന്നെ ഒരു ശത്രുവിനും തൊടാൻ കഴിയത്തില്ല, ഒരു വ്യക്തിക്കും നിന്നെ തൊടാൻ കഴിയത്തില്ല. കാരണം നീ ആരാധിക്കുന്നത് മനുഷ്യനെ പ്രീതിപ്പെടുത്താനല്ല, നീ ആരാധിക്കുന്നത് ആത്മാവിലും സത്യത്തിലുമാണ്. നീ ആരാധിക്കുമ്പോൾ ആരാധനയിൽ ഇഷ്ടപ്പെടുന്ന കർത്താവ് നിന്റെ കൂടെ ഇരുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. തിരുവചനം പഠിച്ചാൽ ദാവീദ് ദൈവസന്നിധിയിൽ നൃത്തം ചെയ്തു ആരാധിച്ചു. രാജാവായിരുന്നവൻ, രാജസ്ഥാനത്തിൽ ഇരിക്കുന്നവൻ ആ സ്ഥാനം ഇറങ്ങി വന്നു ദൈവത്തെ ആരാധിക്കും. പൗലോസും ശീലാസും ആരാധിച്ചു എന്ന് തിരുവചനം പറയുന്നു. ആരാധിച്ചപ്പോൾ ബന്ധനം വീഴുകയല്ല ചെയ്തത്, ബന്ധനം അഴിയുകയാണ് ചെയ്തത്. ഇന്ന് രാത്രി നീ ആരാധിപ്പാൻ തയ്യാറായാൽ, ആത്മാവിൽ ആരാധിപ്പാൻ തയ്യാറായാൽ, സത്യത്തിൽ ആരാധിപ്പാൻ തയ്യാറായാൽ, സ്തോത്രം, ഹല്ലേലൂയ, ഇന്ന് രാത്രി ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവത്തിന്റെ ഗ്ലോറി നിന്റെ മേൽ വെളിപ്പെടും. യേശു പറയുന്നു, നീ ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലും അത്രേ. സ്തോത്രം, ആരാധിക്കേണ്ടത് ആ മലയിലല്ല ആരാധിക്കേണ്ടത്. സ്തോത്രം, ഹല്ലേലൂയ, ഈ മലയിലല്ല ആരാധിക്കേണ്ടത്. ആരാധിക്കേണ്ടടുത്ത് ആരാധിക്കണം. ശമരിയ സ്തോത്രം, വിജാതികളുടെ നാടാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ സ്തോത്രം, വിജാതി ദേവന്മാരെ സ്തോത്രം 5 ജാതികൾ ചേർന്ന് 5 വിജാതി ദേവന്മാരെ തിരഞ്ഞെടുത്തു ആരാധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ശമരിയ സ്ത്രീയും ഇതുപോലെ 5 ദേവന്മാരെ ആരാധിച്ചിരുന്ന സ്ത്രീയോട് കർത്താവ് പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. കാരണം നീ ഇപ്പോൾ ആരാധിക്കുന്നത് ആ മലയിലാണ്, ഈ മലയിലാണ്. പക്ഷേ അതല്ല ആരാധന. യഥാർത്ഥ ആരാധന ആത്മാവിലും സത്യത്തിലുമാണ് നീ ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ. തിരുവചനം പഠിച്ചാൽ അറിയാം, പഴയ നിയമത്തിൽ ഒക്കെയും സ്തോത്രം, ഹല്ലേലൂയ, ദാസന്മാരെന്ന് പഠിപ്പിക്കുമ്പോൾ പുതിയ നിയമത്തിൽ തന്റെ മക്കളെ മണവാട്ടി സഭയാക്കി ദൈവം മാറ്റിയിരിക്കുന്നു. മണവാളൻ എന്ന് വെച്ചാൽ ഭർത്താവ്. പുതിയ നിയമത്തിൽ ഹല്ലേലൂയ സ്തോത്രം, മണവാട്ടിയും മണവാളനും നമ്മളെ പറയുമ്പോൾ പഴയ നിയമത്തിൽ ദാസന്മാർ എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. സ്തോത്രം, ഇവിടെ യേശു പറഞ്ഞു സ്തോത്രം, ശമരിയ സ്ത്രീയുമായി സംസാരിക്കുമ്പോൾ സ്തോത്രം, അവൾ ആരാധിച്ചു വരുന്നത് അന്യദേവന്മാരെയാണ്. ആ ആരാധനയല്ല നിനക്ക് വേണ്ടത്, നീ ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലുമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ശമരിയ സ്ത്രീ കിണറ്റിന്റെ അരികിൽ വെള്ളം കോരാൻ വരുമ്പോൾ സ്തോത്രം, യാക്കോബിന്റെ ഉറവിന്റെ അരികിൽ കർത്താവ് അവിടെ ഇരിക്കുന്നു. കർത്താവുമായി സംഭാഷണം ചെയ്യുന്നു. സ്തോത്രം, സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, സ്തോത്രം, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, ഇപ്പൊ ഉള്ളവനും ഭർത്താവല്ല. സ്തോത്രം, ഉടനെ അവർക്ക് കാര്യം പിടികിട്ടി. സ്തോത്രം, എന്റെ ചരിത്രങ്ങളെ പറയുന്ന, മുൻകാലങ്ങളിൽ ഞാൻ ആരാധിച്ചു കൊണ്ടിരുന്ന ജീവിത ചരിത്രങ്ങളെ പറയുന്ന ഒരു പ്രവാചകനെ ഞാൻ കാണുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയും സ്തോത്രം, ദൈവത്തെ ആരാധിക്കാതെ കാണുന്നതിനെല്ലാം ആരാധിച്ചാൽ ജീവിതത്തിലെ സ്തോത്രം, കുടുംബ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. തലമുറകൾ സ്തോത്രം വഴിതെറ്റിക്കൊണ്ടിരിക്കും. അനുസരണയില്ലാത്ത തലമുറകളായി മാറിക്കൊണ്ടിരിക്കും. ഇന്ന് രാത്രിയും എന്നെയും നിന്നെയും ദൈവം വിളിച്ചത് ആത്മാവിലും സത്യത്തിലും ആരാധിക്കാനാണ്. കാണുന്നിടത്ത് പോയി ആരാധിക്കാനല്ല. ഫാമിലി നിനക്ക് റെഡിയാകണോ? കുടുംബം നേരെ പോകണമോ? തലമുറകൾ നേരെ പോകണമോ? ഇന്ന് രാത്രി ആരാധിക്കേണ്ടവനെ ആരാധിക്കണം. അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഉടനെ സഹോദരി പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ ആരാധിക്കുന്നത് ഹല്ലേലൂയ മലകളിലാണ്. കർത്താവ് പറഞ്ഞു, നീ മലകളിലല്ല ആരാധിക്കേണ്ടത്, ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. റിയലായി കാര്യങ്ങളെല്ലാം ക്രിസ്തു സംസാരിച്ചപ്പോൾ
പ്രിയ സഹോദരയ്ക്ക് കാര്യങ്ങൾ പിടികിട്ടി. ആമേ, ശമരിയയിൽ കാണാത്തൊരു ദേവനെ കണ്ടുമുട്ടി. ഞാൻ ഒരുപാട് സഹോദരന്മാർ ആണുങ്ങളോട് ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ നിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾ എന്റെ ജീവിതം മാറ്റിമറിക്കുന്നു എന്ന് ആമേ സ്തോത്രം സഹോദരയ്ക്ക് മനസ്സിലായി. ഹല്ലേലൂയ. സമരിയക്കാർക്കും യഹൂദന്മാർക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവർ ആമേ സഹകരിക്കത്തില്ല, ഒരുപാട് അകലമുണ്ട്. പക്ഷേ ആമേ സ്തോത്രം ഹല്ലേലൂയ. ഈ സഹോദരി അപ്പോൾ തന്നെ പാത്രം ഇറക്കി വച്ചിട്ട് ആമേ സ്വന്തം ദേശത്തേക്ക് ഓടിയിട്ട് പറഞ്ഞു, ഞാൻ ഒരുവനെ അറിയുന്നു. തിരുവചനം പറയുന്നു ഹല്ലേലൂയ, ശമരിയയ്ക്കും ഹല്ലേലൂയ ഗലീലയ്ക്കും ആമേ സ്തോത്രം ഇടയിൽ സുഗാർ എന്ന പട്ടണത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാത്രം ഇറക്കി വെച്ചിട്ട് സ്വന്തം ദേശത്തേക്ക് പോയി. ഞാൻ ഒരുവനെ അറിയുന്നു. എന്റെ ചരിത്രങ്ങളെ വിളിച്ചു പറഞ്ഞ, എന്റെ ചരിത്രങ്ങളെ അവൻ വെളിപ്പെടുത്തിയ ഒരുവനെ അറിയുന്നു. അവന്റെ പേര് യേശു എന്ന. ഹല്ലേലൂയ. നിങ്ങളും വന്നു കാണുവൻ, നിങ്ങൾക്കും ആമേ സ്തോത്രം ആ യേശുവിനെ അറിയാമെന്ന് ആമേ സ്തോത്രം ഹല്ലേലൂയ ആ ദേശത്തൊക്കെയും വിളിച്ചു പറഞ്ഞപ്പോൾ അനേകർ ഈ കർത്താവിനെ അറിയുവാൻ തയ്യാറായി. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില സംഭവങ്ങളുടെ മധ്യേ അനേകർ യേശുവിനെ കാണാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ ആമേ സ്തോത്രം ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാതെ പലതും മാറി 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 ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം അവർക്കൊരു കാര്യം പിടികിട്ടി. യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കാത്തോണ്ടുള്ള പ്രശ്നമാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് അവൾ സ്വയം സമ്മതിക്കുകയാണ്. അവിടെ ആമേ സ്തോത്രം യോഹന്നാൻ സുവിശേഷത്തിന്റെ ആമേ സ്തോത്രം 4 താഴെ മുതൽ വ്യക്തമായി പഠിച്ചാൽ അവിടെ അറിയാം, അവനെ ശമര്യയിലേക്ക് ആമേ സ്തോത്രം പോകേണ്ടി വന്നു. ഹല്ലേലൂയ. യാക്കോബ് തന്റെ യോസഫിനെ നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം. ഹല്ലേലൂയ. യോസഫിനെ കുറിച്ച് നമുക്കറിയാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സഹോദരന്മാരുടെ ഇടയിൽ ഒരൊറ്റ ദർശനം കണ്ടത്, സ്വപ്നം കണ്ടെന്നുള്ള രീതിയിൽ സഹോദരന്മാരുടെ ഇടയിൽ ഒറ്റപ്പെട്ടു. ഹല്ലേലൂയ. യോസഫ് ഇങ്ങനെ പറഞ്ഞു, അപ്പനും സഹോദരങ്ങളും എന്റെ കറ്റട മുന്നിൽ ആമേ സ്തോത്രം നമസ്കരിക്കുന്നത്, മുട്ടുമടക്കുന്നത് ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ അന്ന് മുതൽ ആമേ സ്തോത്രം ഹല്ലേലൂയ യാക്കോബിന്റെ ആമേ സ്തോത്രം 12ാമത്തെ മക്കളിൽ ഏറ്റവും ഇളയ മകനായ യോസഫിന് അന്ന് മുതൽ ആമേ സ്തോത്രം പ്രശ്നം തുടങ്ങി. ഹല്ലേലൂയ. പൊട്ടക്കിണറ്റിൽ കൊണ്ടിട്ടു. ഹല്ലേലൂയ. ആമേ ഇസ്മായിൽ കച്ചവടം നടത്തി. ലാസ്റ്റ് പോത്തിഫറിന്റെ വീട്ടിലെത്തി, കാരാഗ്രഹത്തിലെത്തി. അവിടെ വെച്ച് സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു. അതെ, ഫറവോന്റെ അടുത്തേക്ക് എത്തി. ഒരുവൻ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്ന ഒരുവനുണ്ട്. ആമേ സ്തോത്രം ഹല്ലേലൂയ. യോസഫിനെ പരിചയപ്പെടുത്തി. ആമേ സ്തോത്രം ജയിൽ വസ്ത്രം എല്ലാം മാറി, കാരാഗ്രഹ വസ്ത്രം മാറി. യോസഫിന് ആമേ സ്തോത്രം ഹല്ലേലൂയ പുതിയ ചട്ടയൊക്കെ ഇടിയിച്ചു. യോസഫ് ആമേ സ്തോത്രം ഹല്ലേലൂയ ഫറവോന്റെ അടുത്തേക്ക് വന്നു. ഫറവോനെതിരെ ആമേ സ്വപ്നം വ്യാഖ്യാനിച്ചു. ഹല്ലേലൂയ. മിസ്രയീമിൽ ആമേ ഈജിപ്തിൽ ദൈവത്തിന്റെ ഒരു ആമേ സ്തോത്രം ഒരു പദ്ധതി വെളിപ്പെടുത്തുവാൻ ആമേ സ്തോത്രം ഹല്ലേലൂയ യോസഫിനെ ദൈവം പൊക്കി. എവിടെയാണോ നിന്നെ താഴ്ത്തുന്നത് അവിടെ പൊക്കുന്ന ഒരു ദൈവമുണ്ട്. പൊട്ടക്കിണറാണെങ്കിലും അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരും. പോത്തിഫറിന്റെ വീട്ടിൽ വെച്ച് ഭാര്യയെ ആമേ സ്തോത്രം അല്ല പിശാച് കിടന്ന് പിശാച് കയറി കടന്ന് ആമേ സ്തോത്രം അവനെ തകർക്കുവാൻ നോക്കി. പക്ഷേ ദർശനമുള്ളവൻ അവിടെ നിന്ന് ചാടി പുറത്തു വന്നു. ഇന്ന് രാത്രി ദർശനമുള്ളവൻ, വിഷയമുള്ളവൻ, അഭിഷേകമുള്ളവൻ, ആരാധിക്കുന്നവൻ ആമേ സ്തോത്രം ഒരു ഇരുളിന്റെ ശക്തിയും പിടിച്ചു വെക്കാൻ കഴിയില്ല. അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ഈജിപ്തിൽ വന്നു. ആമേ സ്തോത്രം ഹല്ലേലൂയ. ആമേ സ്തോത്രം ദർശനം പറഞ്ഞ ദർശനം നിറവേറുന്നു. ആമേ സഹോദരങ്ങൾ ഹല്ലേലൂയ. ക്ഷാമം വന്നപ്പോൾ യോസഫിന്റെ അടുത്തേക്ക് വന്ന് മുട്ടുമടക്കി. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാം, ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ക്ഷാമങ്ങളും ആ പ്രശ്നങ്ങളും പ്രതിസന്ധികൾ വന്നാലും അതിനെ പരിഹരിപ്പാൻ ചില ദർശനമുള്ളതിനെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി തിരുവചനം ലൈവിൽ കേൾക്കുന്ന നിന്നോട് കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, ചില പ്രശ്നങ്ങളെ പരിഹരിപ്പാൻ ചില മേഖലകളിൽ ഇന്ന് രാത്രി കർത്താവ് നിന്നെ കണ്ടിരിക്കുക. നീ ഭാരപ്പെടണ്ട, നീ പ്രയാസപ്പെടണ്ട, നീ ആമേ സ്തോത്രം അല്ല ദുഃഖിക്കേണ്ട. അനേകരുടെ ദുഃഖങ്ങളെ മാറ്റുവാൻ, അനേകരുടെ കണ്ണുനീർ മാറ്റുവാൻ, അനേകരുടെ പ്രശ്നത്തിന്റെ വിഷയങ്ങൾക്ക്, അനേകരുടെ പ്രതിസന്ധികൾക്ക്, അനേകരുടെ രോഗങ്ങൾക്ക്, അനേകരുടെ ദുഃഖങ്ങൾക്ക്, അനേകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരനായി ഒരു യോസഫിനെ പോലെ ഇന്ന് രാത്രി കുടുംബത്തിനിടെ നീ ഒറ്റപ്പെട്ടു, ദേശത്തിൽ നീ ഒറ്റപ്പെട്ടു, സമൂഹത്തിൽ നീ ഒറ്റപ്പെട്ടു, ചർച്ചിൽ നീ ഒറ്റപ്പെട്ടു. കർത്താവ് ഇന്ന് രാത്രി നിന്നോട് പറയുന്നു, ഒറ്റപ്പെട്ടവരുടെ നടുവിൽ, ഒറ്റപ്പെട്ടവരുടെ നടുവിൽ ആമേ സ്തോത്രം മാറ്റി നിർത്താതെ ഒറ്റയ്ക്കാണെങ്കിൽ നീ ഭാരപ്പെടണ്ട. നിന്നോടുകൂടെ കർത്താവ് കൂടെയുണ്ട്. ആമേ ഫറവോന്റെ ആമേ സ്തോത്രം ഹല്ലേലൂയ സന്നിധിയിൽ ആമേ യോസഫിനെ എത്തിച്ചതുപോലെ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ യോസഫിനോട് ദൈവം കൂടെ ഉണ്ടായിരുന്നു. പോത്തിഫറിന്റെ കൂട്ടിൽ വെച്ച് ഈ ദൈവം യോസഫിന്റെ കൂടെയുണ്ട്. ഇന്ന് രാത്രി ആരൊക്കെ കൂടെയില്ലെങ്കിൽ, സുഹൃത്തുക്കളോ ബന്ധുമിത്രാദികളോ ദേശക്കാരോ സമൂഹമോ നിന്റെ കൂടെ ഇല്ലെങ്കിലും ദൈവം ഇന്ന് രാത്രി നിന്റെ കൂടെയുണ്ടെങ്കിൽ, കർത്താവ് നിന്റെ കൂടെയുണ്ടെങ്കിൽ അതിനപ്പുറം
അതിനപ്പുറം വേറൊന്നുമില്ല. ഇന്ന് രാത്രി ആരാധിക്കേണ്ടവനെ ആരാധിക്കണം. നീ തളർന്നു പോകുകയില്ല, നീ ക്ഷീണിച്ചു പോകുകയില്ല. നിന്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ ജയിപ്പാൻ കഴിയും. ആരാധനയ്ക്ക് നിന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. അഭിഷേകത്തിൽ ആരാധിക്കുക, ആത്മാവിൽ ആരാധിക്കുക, സത്യത്തിൽ ആരാധിക്കുക. സത്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ആരാധന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബൈബിൾ പഠിപ്പിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് തിരുവചനം പറയുന്നു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. കർത്താവിനോട് പത്രോസ് ചോദിച്ചു, പത്രോസ് കർത്താവേ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. യഹൂദ റബ്ബികൾ പറയുന്നു, ആമേൻ ഒരു മനുഷ്യൻ തെറ്റ് വല്ലതും കാണിച്ചാൽ 3 തവണ, ആമേൻ സ്തോത്രം, 3 തവണ ക്ഷമിക്കാമെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എത്ര തവണ ക്ഷമിക്കണം? ഒരു തെറ്റ് കണ്ടാൽ നമ്മൾ എത്ര തവണ ക്ഷമിക്കണം? ആമേൻ കർത്താവ് പറഞ്ഞു 70 വട്ടം ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അതിന്റെ താഴോട്ട് വ്യക്തമായി പഠിച്ചാൽ അറിയാം. ആമേൻ സ്തോത്രം. മത്തായി 28 18 21 പഠിച്ചാൽ അറിയാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. രാജാവിനെ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേ ഹല്ലേലൂയ, ആമേ സ്തോത്രം, 1000 ആമേ സ്തോത്രം താലന്ത്, ആമേ ഹല്ലേലൂയ, കൊടുക്കാനുള്ള ഒരു വ്യക്തി അവിടെ ബൈബിൾ പഠിപ്പിക്കുന്നു. ആമേ സ്തോത്രം, ഹല്ലേലൂയ. രാജാവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, 1000 താലന്ത്, ആമേ സ്തോത്രം, നീ ജോലി ചെയ്താൽ തീരത്തേയില്ല. നിന്റെ ഭാര്യയോ, ആമേ സ്തോത്രം, നിന്റെ സകല വസ്തു വിറ്റാലും ആ കടം തീരുകയില്ല. ബൈബിൾ പഠിച്ചാൽ അറിയാം. ആമേ സ്തോത്രം. ഒരു താലന്ത് എന്ന് പറയുന്നത് 6000 ദിനാർ. ഒരു ദിനാർ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ കൂലി. അപ്പൊ 6000 ദിനാർ ഒരു മനുഷ്യൻ, ആമേ ജോലി ചെയ്താലും കുറഞ്ഞത് 20 വർഷമെങ്കിലും ആമേ ചെയ്യേണ്ടി വരും. അപ്പോൾ 10000 താലന്ത് കടം തീർക്കണമെങ്കിൽ ആ മനുഷ്യന്റെ 5 ആയുസ്, ആ മനുഷ്യനെ പോലെ 5 ആയുസ് ഉണ്ടെങ്കിലും ആ കടം തീർക്കാൻ പറ്റുകയില്ല. ആമേ രാജാവിന്റെ അടുത്ത് പറഞ്ഞു, രാജാവേ ഞാൻ എല്ലാം തന്നു തീർത്തോളാം. ആമേ സ്തോത്രം, ഹല്ലേലൂയ. രാജാവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ആമേ സ്തോത്രം, ഹല്ലേലൂയ, ഈ കടം നീ തരണ്ട, ഞാൻ നിനക്ക് ഇളച്ചു തന്നിരിക്കുന്നു. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട്, ആമേ സ്തോത്രം, ഹല്ലേലൂയ, ആ മനുഷ്യൻ, ആമേ സ്തോത്രം, ഹല്ലേലൂയ, ആ യജമാനൻ ആ മനുഷ്യനെ, ആമേ സ്തോത്രം, സകലതും ഇളവ് കൊടുത്തു, പുറത്തു വിട്ടു. ആമേ ആ മനുഷ്യനെ 1000, ആമേ സ്തോത്രം, 100, ആമേ സ്തോത്രം, ദിനാര കൊടുക്കാനുള്ള ഒരു മനുഷ്യൻ വന്നു ചാടി. ആ മനുഷ്യന്റെ കൊങ്ങായിക്ക് കുത്തി പിടിച്ചിട്ട് പറഞ്ഞു, ആ കാശ് എനിക്ക് തിരിച്ചു തരണം, ഇല്ല ഞാൻ ഇപ്പോൾ നിന്നെ കാരാഗ്രഹത്തിൽ കൊണ്ടിടും എന്ന് പറഞ്ഞു. ആമേ സ്തോത്രം, ഹല്ലേലൂയ. പ്രൈസ്. അവനെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ രാജാവിന്, യഥാർത്ഥ രാജാവിന് ഒരു വിഷമം തോന്നി. ഞാൻ നിനക്ക് 10000 താലന്ത്, ആമേ സ്തോത്രം, ആമേ കടം ഞാൻ ഇളവ് തന്നപ്പോൾ നിനക്ക് ഒരു 100 ദിനാര അല്ലെങ്കിൽ 3 മാസത്തെ ജോലിക്കൂലി, ആമേ സ്തോത്രം, നിനക്ക് ഇളവ് ചെയ്യാൻ പറ്റിയില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ആമേ സ്തോത്രം, ഈ മനുഷ്യനെ പിടിച്ച്, ആമേ സ്തോത്രം, ഹല്ലേലൂയ, കാരാഗ്രഹത്തിൽ അടച്ചു. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ ദൂത് പറയാം, എന്റെയും നിന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി, ആമേ അപ്പനമ്മമാർ ചെയ്ത, ആമേ സ്തോത്രം, ആമേ തലമുറകൾ ചെയ്ത, ആമേ സ്തോത്രം, പാപങ്ങൾക്ക് പരിഹാരത്തിനു വേണ്ടി കർത്താവായി യേശു ക്രിസ്തു എനിക്കും നിനക്കും വേണ്ടി യാഗമായി അവസാന പാപം വരെയും തീർത്തു. ആമേ നീ മരിക്കേണ്ടടുത്ത്, നീ കീറിമുറിക്കേണ്ടടുത്ത് എന്റെ കർത്താവ് കീറിമുറിക്കപ്പെട്ടു. നീ തകരേണ്ടടുത്ത് കർത്താവ് തകർന്നു. ആമേ സ്തോത്രം, ഹല്ലേലൂയ. നീ, ആമേ, ശാപമാവാതിരിപ്പാൻ എന്റെ യേശു ശാപമായി ക്രൂശിൽ യേശു ക്രിസ്തു സകലതും ചെയ്തു തന്നു. എന്റെയും നിന്റെയും പാപം സകലതും ഇളച്ചു ചെന്നു. പക്ഷേ നീ മറ്റുള്ളവരെ, ആമേ സ്തോത്രത്തിന്റെ സകല പാപങ്ങളും, കല്ലുകുടിയും, ആമേ സ്തോത്രം, തല്ലിപ്പൊളിത്തരവും, സകല, ആമേ, പാപവും ക്ഷമിച്ചു തന്നപ്പോൾ, ആമേ, നീ ഒരു ശുശ്രൂഷകനായി മാറിയിരിക്കാം. ആമേ സ്തോത്രം, നീ ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിരിക്കാം. പക്ഷേ മറ്റുള്ളവന്റെ പാപം, ആമേ സ്തോത്രം, ആമേ, കുത്തിപ്പൊക്കുമ്പോൾ ഇന്ന് രാത്രി നിന്റെ കണ്ണിലെ കോല് വെച്ച് കണ്ട്, ആമേ, മറ്റുള്ളവരെ കണ്ണിലെ കോലെടുക്കാൻ നടക്കാതെ കർത്താവ് ഇന്ന് രാത്രി പറയും, നിന്റെ പാപങ്ങളും ശാപങ്ങളും, ആമേ സ്തോത്രം, കാൽവരിയിൽ സകലതും, ആമേ, ഏറ്റെടുത്തെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പ്രശ്നങ്ങള് ഏറ്റെടുത്തൊരു കർത്താവുണ്ട്. ആമേ സ്തോത്രം, ഹല്ലേലൂയ. 10000, ആമേ സ്തോത്രം, താലന്ത്, ആമേ, ഇളച്ചു കൊടുത്ത ഒരു മനുഷ്യനെ ആ ഒരു 100, ആമേ സ്തോത്രം, ദിനാർ, ആമേ സ്തോത്രം, ഹല്ലേലൂയ, ഇളച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി അങ്ങനെയായി മാറരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? ഹല്ലേലൂയ. മത്തായി 26, ആമേ സ്തോത്രം, 6 മുതൽ താഴോട്ട് പഠിച്ചാൽ, യേശു ബെഥാനിയിൽ കുഷ്ഠരോഗിയുടെ, ആമേ സ്തോത്രം, വീട്ടിൽ, ആമേ സ്തോത്രം, ആമേ ഇരിക്കുമ്പോൾ, ഭക്ഷണത്തിലിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു, ആമേ സ്തോത്രം, ഹല്ലേലൂയ, ഒരു സ്ത്രീ, ആമേ, വിലേറിയ പരിമത്തളം കൊണ്ടുവന്ന്, ആമേ സ്തോത്രം, തലയിൽ ഒഴിച്ചു. ആമേ ശിഷ്യന്മാർ ചോദിച്ചു, ഇത്രയും വലിയ ചെലവെന്താ നിങ്ങൾ ചെയ്യുന്നത്? എത്രയും പാപങ്ങളുണ്ട്,
അവർക്ക് വിറ്റുകൊടുത്തൂടെ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ഉടനെ കർത്താവ് പറഞ്ഞു, പാപങ്ങൾ നിങ്ങളുടെ ഇടയിൽ എപ്പോഴും ഉണ്ട്, നിങ്ങൾക്ക് എപ്പോഴും സ്തോത്രം പാപങ്ങളെ സഹായിക്കാം, പക്ഷേ ഞാൻ എപ്പോഴും നിങ്ങളെ കൂടെ ഇല്ല. ഞാൻ ചില ദിവസം കഴിയുമ്പോൾ സ്തോത്രം എന്നെ സ്തോത്രം ഞാൻ തന്നെ ഏൽപ്പിക്കുന്നു, ക്രൂശിൽ ഏൽപ്പിക്കപ്പെടും, ഞാൻ മരിച്ചടക്കപ്പെടും, ഉയർത്തെഴുന്നേക്കും. സ്തോത്രം ഹല്ലേലൂയ. ജീവനോടെ ഇരുന്നപ്പോൾ സ്തോത്രം ആ സ്ത്രീ സ്തോത്രം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ, പരിമള തൈലം തലയിൽ ഒഴിച്ചു. ഹല്ലേലൂയ. മരിച്ചതിന് ശേഷവും ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അതിരാവിലെ 2 സഹോദരിമാർ യേശുവിന്റെ ഭൗമ ശരീരത്തിലേക്ക് സുഗന്ധവർക്കം പൂശിയെന്ന് തിരുവചനം പറയുന്നു. അവിടെ മുമ്പിൽ മാറാൻ നിൽക്കുന്ന ചില പാറയുടെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. റോമൻ പടയാളികൾ പിടിച്ചുരുട്ടി വെച്ചിരുന്ന പാറ, പ്രൈസ് ദി ലോർഡ്, അതിന്മേൽ ദൂതനിരുന്നു. ദൂതൻ കല്ലുരുട്ടി മാറ്റി. ഹല്ലേലൂയ. ഇന്ന് രാത്രി എനിക്കും നിനക്കും ദൈവം ചെയ്യുന്ന വിടുതലുകൾ ഓർത്താൽ അടങ്ങിയിരിക്കാൻ കഴിയില്ല. ഇന്ന് രാത്രി എത്ര പേർക്കും ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? ബൈബിൾ പറയുന്നു, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഹല്ലേലൂയ. ആരാധന ഒരു കുടുംബ ജീവിതത്തിൽ വലിയൊരു വിഷയമാണ്. ഹല്ലേലൂയ. ആരെ ആരാധിക്കണമെന്ന് ജനം അറിയാതെ ആരെങ്കിലും ആരെയും ആരാധിക്കുന്ന സ്തോത്രം ഹല്ലേലൂയ ഒരു കാലമായി മാറിയിരിക്കുന്നു. ബൈബിൾ പറയുന്നു, ഞാനല്ലാതെ സ്തോത്രം നിങ്ങൾ സ്തോത്രം മറ്റെന്തിനെ സ്നേഹിക്കുന്നു അത് നിങ്ങളുടെ വിഗ്രഹമാവും. ഇന്ന് മനുഷ്യൻ പണത്തെ സ്നേഹിക്കുന്നു, പ്രശസ്തിയെ സ്നേഹിക്കുന്നു, പേരിനെ സ്നേഹിക്കുന്നു. ആരാധന കൊടുക്കേണ്ട ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഓടുമ്പോൾ ഇന്ന് രാത്രി കർത്താവ് വിളിച്ചു പറയുന്നു, കർത്താവിലേക്ക് നോക്കുക, ആരാധിക്കുക. ആരാധന ഇഷ്ടപ്പെടുന്ന കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ സഹോദരി ഇങ്ങനെ പറഞ്ഞു, ശമര്യ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു, അയ്യോ കർത്താവേ, ഞാൻ 5 വിജാതി ദേവന്മാരെ മുൻകാലങ്ങളിൽ ആരാധിച്ചിരുന്നു, ഇപ്പോഴും ആ മലയിൽ ഈ മലയിൽ ഞാൻ ആരാധിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. കർത്താവേ, നീ എനിക്ക് റിയൽ ആരാധന വെളിപ്പെടുത്തിയല്ലോ. അവൾ ആരാധിക്കാൻ തുടങ്ങി, ഹൃദയം തുറന്ന് ആരാധിക്കാൻ തുടങ്ങി, ഹൃദയം തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ജീവിതരകത്ത് നഷ്ടപ്പെട്ടു പോയ, ജീവിതത്തിന്റെ അകത്ത് ഫാമിലികൾ നഷ്ടപ്പെട്ടു പോയ വിഷയത്തിന്റെ മക്കേ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടും. തിരുദൂത് വ്യക്തമായി പരിശുദ്ധ പറയുന്നു, നീ ആരാധിപ്പാൻ തയ്യാറായാൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ഫാമിലി വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചങ്ങല ഒന്നിക്കുന്നത് പോലെ ചില മേഖലകളിൽ ഒന്നിപ്പാൻ ശക്തനായ കർത്താവ് ഇന്ന് രാത്രിയുണ്ട്. സ്തോത്രം. നിന്റെ കേസ് കുടുംബ കോടതി കിടക്കുന്നു. പരിശുദ്ധ വ്യക്തമായി പറയുന്നു, ആ വിഷയത്തിന്റെ മധ്യ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്ന രാത്രിയാ. നീ യാഥാർത്ഥികമായി ദൈവത്തെ ആരാധിപ്പാൻ, യേശുവിനെ ആരാധിപ്പാൻ നീ തയ്യാറായാൽ നിനക്ക് വേണ്ടി എന്റെ കർത്താവ് ചില വിഷയങ്ങൾക്ക് ഇന്ന് രാത്രി തയ്യാറാകും. എത്ര പേർക്ക് ഇന്ന് രാത്രി ആമേൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു ശമര്യ സ്ത്രീയോട് പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അത് ബൈബിൾ പഠിച്ച 2 രാജാക്കന്മാരുടെ പുസ്തകം പഠിച്ചാൽ വിജാതീയ ദേവന്മാരെ ആരാധിച്ചത് കൊണ്ടാ അങ്ങനെ പറയുന്നതെന്ന് വ്യക്തമായിട്ട് അറിയാം. 2 രാജാക്കന്മാർ 17 താഴോട്ട് പഠിച്ചാൽ വ്യക്തമായി അറിയാം. ഇപ്പോൾ നിനക്കുള്ളതും അത് ഭർത്താവല്ല, ഇപ്പോൾ നീ ആ മലയിലും ഈ മലയിലും ആരാധിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിന് മെക്കാനിക് തിരിച്ചും ആത്മീയാർത്ഥവും ഭൗതികാർത്ഥവും നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ആത്മീയാർത്ഥമാ പറയുന്നത്. ഹല്ലേലൂയ. പുള്ളിക്കാരിക്ക് അത് മനസ്സിലായി. സ്തോത്രം. എന്റെ കുടുംബത്തിന്റെ അകത്ത് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ വരുന്നത് എന്റെ ആരാധന ശരിയാകാത്തത് കൊണ്ടാ. സ്തോത്രം. ഞാൻ എന്റെ അറിവിൽ ആരാധിച്ചു, പക്ഷേ അറിവിലും ബുദ്ധിയിലും ശക്തിയിലുമല്ല ആരാധിക്കേണ്ടത്, ആരാധിക്കേണ്ടവൻ ആരാധിക്കണമെന്നുള്ള സ്തോത്ര ബോധം അവൾക്ക് വന്നപ്പോൾ അവൾ ഇറക്കി വെക്കേണ്ടതെല്ലാം കിണറ്റിന്റെ അടിയിൽ പാത്രം ഇറക്കി വെച്ചിട്ടോടി. ഞാൻ ഒരുവനെ അറിയുന്നു, എന്റെ ചരിത്രങ്ങൾ വെളിപ്പെടുത്തിയ ഒരു നസ്രയൻ യേശു പ്രവാചകനെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് മനസ്സിലായി. നിങ്ങളും വന്നു കാണുവിൻ. എന്റെ ജീവിതത്തിലെ തകർച്ചകളെ കുറിച്ച്, പരാജയങ്ങളെ കുറിച്ച്, നിരാശകളെ കുറിച്ച്, നഷ്ടപ്പെട്ടു പോയ മേഖലയെ കുറിച്ച് വെളിപ്പെടുത്തിയ സ്തോത്രം ഒരുവനെ അറിയുന്നു. ഹൃദയത്തിന്റെ അകത്ത് കിടന്ന രഹസ്യങ്ങളെ പോലും വിളിച്ചു പറഞ്ഞൊരു പ്രവാചകനെ ഞാൻ അറിയുന്നു. അവന്റെ പേര് യേശു എന്ന. നിങ്ങളും കാണുവിൻ, വന്ന് കാണുവിൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ വലിയൊരു കൂട്ടം
കൂട്ടം ജനത്തെ അവിടെ ഉണർവിലേക്ക് ഈ ശമരിയ സ്ത്രീ ഹല്ലേലൂയ മുഖാന്തരം ആമേൻ സ്തോത്രം ഇടവാക്കിയെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധിക്കേണ്ടവൻ ആരാധിക്കുമ്പോൾ, സ്തുതിക്കേണ്ടവനെ സ്തുതിക്കുമ്പോൾ, മഹത്വം കൊടുക്കേണ്ടവൻ മഹത്വം കൊടുക്കുമ്പോൾ, നിനക്ക് വേണ്ടുന്ന സാമ്പത്തികം, നിനക്ക് വേണ്ടുന്ന ആത്മീകം, നിന്റെ തലമുറ വിഷയങ്ങൾ, നിന്റെ ഭാവി വിഷയങ്ങൾ, നിന്റെ ജോലി വിഷയങ്ങൾ, നിന്റെ വസ്തുവിന്റെ വിഷയങ്ങൾ, നിന്റെ വീട്ടിന്റെ വിഷയങ്ങൾ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ സകലതും വെളിപ്പെടുത്തുവാൻ കഴിവുള്ള നസ്രയൻ യേശു ഇന്ന് രാത്രി എന്റെയും നിങ്ങളുടെയും കൂടെയുണ്ട്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? എത്ര പേർക്ക് മഹത്വപ്പെടുത്താൻ കഴിയും? മഹത്വത്തിന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ പ്രത്യാശയായ ക്രിസ്തു ഇന്ന് രാത്രി നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആരെ ആരാധിക്കണമെന്നറിഞ്ഞുകൂടാതെ ജനങ്ങൾ ആമേൻ സ്തോത്രം ആരാധിപ്പാൻ കടന്നു പോകുന്നു. മലകളിൽ ആരാധിക്കുന്നവരുണ്ട്, കുരിശുമല, അങ്ങനെ ഒരുപാട് മലകളുണ്ട്. അവ യാഥാർത്ഥികമായി എവിടെയാണ് ആരാധിക്കേണ്ടതെന്ന് അറിയത്തില്ല. ഇന്ന് രാത്രി നിന്റെ ആരാധന ഹൃദയത്തിന്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരട്ടെ. ആ ആരാധന ഇഷ്ടപ്പെടുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. മലയിലല്ല ആരാധിക്കേണ്ടത് ആത്മാവിലാകുന്നു, സത്യത്തിലാകുന്നു. നിന്റെ ജീവിതത്തിൽ സത്യമുണ്ടോ? ആരാധനയ്ക്ക് സത്യമുണ്ടോ? ആരാധനയിൽ സത്യം വെളിപ്പെടുന്നു. ആമേ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ആമേ സ്തോത്രം ആരാധിക്കേണ്ടത് യേശുവിനെ ആകുന്നു. ഹല്ലേലൂയ. നീ ആരാധിക്കാൻ തയ്യാറായാൽ ആമേ സ്തോത്രം അവസാനത്തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റി നൽകി. ഇന്ന് രാത്രി എനിക്കും നിനക്കും വേണ്ടി പിതാവിന്റെ വലത്തുഭാഗത്തു അവയെ എനിക്കും നിനക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ അവയെ കരം നിനക്ക് വേണ്ടി, നിന്റെ തലമുറകൾക്ക് വേണ്ടി, നിന്റെ ദേശത്തിന് വേണ്ടി, നിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി, നിന്റെ കുടുംബ ജീവിതത്തിന് വേണ്ടി ആമേൻ സ്തോത്രം വെളിപ്പെടുത്തുവാൻ കഴിവുള്ള സർവശക്തനായ കർത്താവ് ഇന്ന് രാത്രി നമ്മോട് കൂടെയുണ്ട്. കണ്ണുകളടയ്ക്കാമോ? പ്രാർത്ഥിക്കാമോ? ആരാധിപ്പാൻ നമുക്ക് മനസ്സ് കൊടുക്കാമോ? കർത്താവേ, വരും ദിവസങ്ങളിൽ ഞാൻ വീട്ടിലല്ല, ഇനി സഭയിൽ പോയി ആത്മാർത്ഥതയോടെ ആത്മാവിലും സത്യത്തിലും അഭിഷേകത്തിന്റെ നിറവിൽ ഞാൻ ആരാധിക്കും. ഞാൻ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എന്നെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മേഖലയിൽ ആരാധനയിൽ ഞാൻ ആമേൻ സ്തോത്രം പുറത്തു വരുമെന്ന് ഇന്ന് രാത്രി ആമേൻ സ്തോത്രം നിന്റെ ഉള്ളിൽ വെളിപ്പാട് യേശുവിൻ നാമത്തിൽ അസാധാരണമായി വെളിപ്പെട്ട് വരട്ടെ. ഇന്ന് രാത്രി ഈ ലൈവിൽ കൂടി കാണുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും അസാധാരണമായ ശക്തി ഇപ്പോൾ തന്നെ വെളിപ്പെട്ട് വരട്ടെ. യേശുവിൻ നാമത്തിൽ ആരാധിപ്പാൻ കഴിയുന്നില്ല, പ്രാർത്ഥിപ്പാൻ കഴിയുന്നില്ല, വചനം ധ്യാനിപ്പാൻ കഴിയുന്നില്ല. മനസ്സിനെ ആകമാനം വലിച്ചു മുറുകെ ആമേൻ സ്തോത്രം മുന്നോട്ട് വിടാതെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആത്മീകമായി ഉയരാൻ കഴിയാതെ യാമങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് പോലും പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി കർത്താവ് നിന്നോട് പറയുന്നു, നീ ആരാധിപ്പാൻ തയ്യാറെടുത്തോ. ദൈവത്തിന്റെ അസാധാരണമായ അഭിഷേകം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി വെളിപ്പെടുത്തുവാൻ കഴിവുള്ള കർത്താവ് ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്ന രാത്രിയായി മാറട്ടെ. ആരാധിക്കുന്നവർ ജയിക്കും, ആരാധിക്കുന്നവരെ രാജാവാക്കി മാറ്റും. ആരാധിപ്പാൻ നീ തയ്യാറാക്കിയാൽ നിന്നെ ആർക്കും താഴ്ത്താൻ പറ്റുകയില്ല. ഉയർത്തുന്ന രാജാവായ ക്രിസ്തു ഇന്ന് രാത്രി നമ്മുടെ കൂടെയുണ്ട്. ആരാധിപ്പാൻ തയ്യാറായാൽ അവൻ നമ്മെ ഉയർത്തും. ദൈവം ഉയർത്തിയാൽ പിന്നെ ആർക്കും താഴ്ത്താൻ കഴിയുകയില്ല. നസ്രൻ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ലൈവിൽ കൂടി കാണുന്ന ഓരോ വ്യക്തിയുടെ മേൽ അസാധാരണമായ ദൈവിക സൗഖ്യം ഇപ്പോൾ തന്നെ വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. ഇപ്പോൾ തന്നെ അത്ഭുതം സംഭവിക്കട്ടെ. In the name of Jesus, in the Holy Spirit, the power, അസാധാരണമായ ദൈവിക anointing അതെ വെളിപ്പെട്ട് വരട്ടെ. ആരാധിക്കുമ്പോൾ ആ മരണദൂതന്മാർ അടിയും. ആരാധിക്കുമ്പോൾ നിനക്ക് ദീർഘായുസ് ഉണ്ടാകും. ആരാധിക്കുമ്പോൾ നിന്നെ ആമേൻ സ്തോത്രം ദൈവം ഉയർത്തും. ആരാധിക്കുമ്പോൾ ആത്മാവിന്റെ ആരാധനയെങ്കിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ തകരാത്ത ഒരു ബാധയുമില്ല. ആത്മാവിന്റെ ആരാധനയിൽ തകരാത്ത ഒരു വ്യാധിയുമില്ല. ആത്മാവിന്റെ ആരാധനയിൽ ഒട്ടയാത്ത ഒരു മന്ത്രക്കെട്ടുകളുമില്ല. ആത്മാവിന്റെ ആരാധനയിൽ തകരാത്ത ഒരു ജാതിക ശക്തികളുമില്ല. ആത്മാവിന്റെ ആരാധന നിന്നിൽ വെളിപ്പെടുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ കഴിയില്ല. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ കഴിവുള്ള ആരാധനയിൽ പ്രിയനായ നസ്രയൻ യേശുവിന്റെ കരം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറകൾക്ക് വേണ്ടി ഇന്ന് രാത്രി വെളിപ്പെടുന്ന രാത്രിയാ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ യൂട്യൂബിൽ കൂടി, ഫേസ്ബുക്കിൽ കൂടി, ലൈവിൽ കാണുന്ന ആമേൻ സ്തോത്രം എല്ലാവരുടെ മേലും ജീവിതത്തിന്റെ മേൽ ഒരു ആരാധനയുടെ വർഷമായി, ആരാധനയുടെ ദിവസമായി, ആരാധനയുടെ മാസങ്ങളെ യേശുവിൻ നാമത്തിൽ മാറട്ടെ.
അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിജാതീയ ദേവന്മാരെ ആരാധിച്ച് ആമേ സ്തോത്ര ശാപത്തിലേക്ക് ചെന്നു വീണ, ആമേ തകർച്ചയിലേക്ക് ചെന്നു വീണ, കുടുംബ പ്രശ്നത്തിലേക്ക് ചെന്നു വീണ, ആമേ മാറി മാറി ജീവിതത്തിൽ മാറി 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 ആമേ ഉടുപ്പ് മാറുന്നത് പോലെ ആമേ ജീവിതത്തിൽ പാപ സ്വഭാവങ്ങൾ മാറി മാറി വന്നിട്ടും ജീവിതം ഷൂട്ടാകാത്ത സഹോദരിയോട് യേശു പറഞ്ഞു, ആമേ സ്തോത്ര, ഇപ്പോൾ നിന്റെ ആരാധനയും ശരിയല്ല, അത് ആ മലയിൽ ഈ മലയിലോ, പക്ഷേ നീ ആരാധിക്കേണ്ടത് ആത്മാവിലാണ്, സത്യത്തിലാണ്. ആത്മാവിലും സത്യത്തിലെ ആരാധന നിന്നെ ഉയർത്തും. ആത്മാവിന്റെ സത്യത്തിലെ ആരാധന നിന്നെ ഉണർവിന് വേണ്ടി നടത്തും. ഓ റിഖമാന ഹദുനികടകാസ് യേശു പറഞ്ഞത്, അവളത് ഏറ്റെടുത്ത് അത് ചെയ്തപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അസാധാരണമായി വെളിപ്പെടുത്തി. ആമേ ദൈവം വെളിപ്പെടുത്തി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറട്ടെ, പ്രവചിക്കട്ടെ. ആരാധിപ്പാൻ തയ്യാറായാൽ 21-ന്റെ ആമേ ചില പ്രവാചകന്മാർ, ചില അപ്പോസ്തലന്മാർ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ പുറത്തു വരുന്ന രാത്രിയാ. ഓ രാമന ഹതുന പ്രൗഢ ശകരഘടകസ്യ. എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ടിരിക്കുക നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ.